കാശി ഇവിടെ ഉണ്ട്. അപ്പം ഇന്നലെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തായ്ലൻഡിൽ വന്നിട്ട് പട്ടായ വന്നിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. ഇത് എവിടെയാണ്? എന്ത് ബീച്ച്? പട്ടായ ബീച്ചിനടുത്തുള്ള സെൻട്രൽ പട്ടായ എന്ന് പറയുന്ന പ്ലേസാണ് കേട്ടോ. സംഭവം വ്ളോഗായിട്ട് എല്ലാം കണ്ടുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ പുഴു മുതൽ വരെ ഉണ്ട്. എന്തൊക്കെ ഐറ്റംസ് ഒക്കെയാണ് എന്നുള്ളത് ഒരു ലോങ് വീഡിയോ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ കാണാം. ഇതേണ്ട മനു വരാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനു നമ്മുടെ എൻ്റെ അനിയനാണ് കേട്ടോ, എൻ്റെ ബ്രദറാണ് മനു, അതെൻ്റെ സിസ്റ്ററാണ്. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഞാനില്ല. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. അപ്പോൾ ഇതേ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് കിട്ടിയ 2 ഫ്രണ്ട്സാണ് കേട്ടോ. ഇവർ കാസർഗോഡുകാരാണ്. ചിലപ്പം എനിക്കിവർ പറയുന്നത് ഒന്നും മനസ്സിലാവാറില്ല, എങ്കിലും ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. നമ്മുടെ എല്ലാവരുടെ വൈബ് ഒരുപോലെ ആയതുകൊണ്ടിട്ട് സെറ്റാണ് കേട്ടോ. ഇവർ കപ്പിൾസാണ്. മാരേജ് കഴിഞ്ഞിട്ട് 1 year ആയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഐറ്റം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ ഐറ്റംസാണ് കേട്ടോ. പുഴുണ്ട്, പാറ്റുണ്ട്, കൂറുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ വേണമെന്നുള്ളവർക്ക് കഴിക്കാം. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗോകുന് കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താണോ എന്തോ. പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് നമ്മുടെ നെത്തോലി ഉണ്ടല്ലോ, നെത്തോലി അതാണ് കേട്ടോ. ഇവിടെ ശരിക്കും ഉണക്കമീൻ കിട്ടും കേട്ടോ. അത് കടലൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണോ എന്തോ ഇഷ്ടംപോലെ ഉണക്കമീൻ കിട്ടും. പിന്നെ അത് കണക്ക് നമ്മുടെ ശംഖ്, നമ്മൾ നത്തക്ക എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. എല്ലാത്തരം വെറൈറ്റി ഫുഡ് ഐറ്റംസും കിട്ടും. സീ ഫുഡിന് ഫെയിമാണ് പട്ടായ. പട്ടായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് സെക്സ് ടൂറിസമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സീ ഫുഡ് കിട്ടുന്നതും ഇവിടെയാണ്. എല്ലാവരും പട്ടായ പോയി എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളൊരു മൈൻഡ് ഉണ്ട്, അവർ പട്ടായ പോയിക്കുന്നത് അതാ. അങ്ങനെയല്ല കേട്ടോ, ആ ഒരു മൈൻഡേ വേണ്ട. നമുക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടിട്ട് ഈ ഒരു സ്ട്രീറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ച്, ഇത് പാക്കേജിൻ്റെ അകത്തുള്ളതല്ല, ഞങ്ങൾ കണ്ടുപിടിച്ച് വന്നതാണ്. മുതലിറച്ചി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ തലേ ദിവസം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോയിട്ടുണ്ട്. ഒരുവിധം എല്ലാ വീഡിയോസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നെറ്റ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് പോസ്റ്റ് ചെയ്യാത്തത്. റൂമിലെ വൈഫൈ വെച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ നാട്ടിൽ ചെന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. തലേ ദിവസം ഞങ്ങൾ മുതലിറച്ചി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും നമ്മൾ മുതലിറച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഉള്ളത് പട്ടായ പട്ടായ ബീച്ചിനടുത്ത് തന്നെയുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ, ഫുഡിൻ്റെ മാർക്കറ്റ്. അത് എഗ്സാണ് കേട്ടോ, പല കളറിലുള്ള എഗ്സ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മാംഗോ സ്റ്റിക്കി റൈസ്, ഇതും ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മറ്റേ നമ്മുടെ ആഹാന കൃഷ്ണൻ പുള്ളിക്കാരത്തിയാണല്ലോ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ഒരു പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നാട്ടിൽ. ആ സാധനം സൂപ്പറാണ് കേട്ടോ. രക്ഷയില്ലാത്ത ഐറ്റമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ചെറിയൊരു മധുരവും. ഇവിടുത്തെ ഇപ്പം മാങ്ങ സീസൺ നടക്കുകയാണ്, അതുകൊണ്ടിട്ട് തന്നെ അടിപൊളി മാങ്ങ. ചില നമ്മുടെ നാട്ടിലെ മാങ്ങയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ മാങ്ങ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പട്ടായ വരാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് പ്രൊമോഷനല്ല, എന്നോട് ഒരുപാട് പേര് പാക്കേജ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ അവരുടെ പേജ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതുപോലെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. പിന്നെ ബേബി വോക്കറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേബി വോക്കർ എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഇവനെ എടുത്തിട്ട് നടക്കുക വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കാര്യം ഒരുപാടുണ്ട് നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഹീൽസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് നടക്കാൻ ഭയങ്കര മെനക്കേടായതുകൊണ്ടിട്ട് വോക്കറിൽ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ആശൻ കുഴപ്പമില്ല, ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, പിന്നെ കംഫർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും മുതലിറച്ചി തന്നെയാണ്. മുതലിറച്ചിയിൽ നമുക്ക് പല വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം ഗ്രിൽഡാണ് കേട്ടോ കൂടുതലുണ്ടാവുക. ഇവിടെ മസാലയൊക്കെ കുറവാണ്, ബട്ട് എന്നാലും നമ്മുടെ ടേസ്റ്റിന് ഓക്കെയാണ്. ഞങ്ങൾക്കൊക്കെ ഓക്കെ ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു സ്ട്രീറ്റിൽ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ചിക്കനൊക്കെ സൂപ്പറാണ്, ബട്ട് എനിക്ക് ഈ ഒരു സ്ട്രീറ്റിൽ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ ചിക്കൻ ടിക്ക അല്ലല്ലോ, ചിക്കൻ്റെ ഒരു സാധനം, ആ സാധനം മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. പിന്നെ സീ ഫുഡ് വെച്ചിട്ടുള്ളൊരു നൂഡിൽസ്, അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുവിധം എല്ലാ ഐറ്റംസും ഞങ്ങൾ മേടിച്ചു. എല്ലാം ഈ ഐറ്റംസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ചിക്കനല്ല, ചിക്കൻ തന്നെ, ചിക്കൻ്റെ ബ്രസ്റ്റ്, വിങ്സ്, അതുപോലെ തന്നെ ലിവർ, അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട് ഈ ചിക്കൻ്റെ ഈ ഒരു ഗ്രില്ല്. ഇത് ഞാൻ പറഞ്ഞ നമ്മുടെ മസാല കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊരു ബാത്ത് 50 റുപ്പീസാണ്. നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് 100 ബാത്തോ 120 ബാത്തോ എന്തോ ആയിരുന്നു കേട്ടോ. 120 ബാത്ത്. ഒരു ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 2.40 രൂപയാണ്.
അതായത് നമുക്ക് ഇവിടുത്തെ ഒരു ഭാഗത്ത് ഇവിടുത്തെ 10 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഏകദേശം ഒരു 25 25 ആ ഒരു റേറ്റിലൊക്കെ വരും. പിന്നെന്താ പറയുക, ഇവിടെ ബാത്താണ് കേട്ടോ. തായ്ലൻഡിൽ ബാത്ത് ആ കണക്കാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനെ പറയുന്നത്. ഇത് അച്ചാർ ഉപ്പിലിട്ട ഐറ്റംസ് ആണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വീഡിയോസ് കാണാൻ ഓക്കെയാണ്, എനിക്കിഷ്ടമാണെന്ന്. ചിലർ പറഞ്ഞു ഭയങ്കര ബോറാണ്, വലിച്ചു നീട്ടലാണ്. ഇത് കുറച്ച് വലിച്ചു നീട്ടലായിരിക്കും, ബിക്കോസ് എനിക്കെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണം. വരാൻ പറ്റാത്ത ഒരുപാട് പേര് കാണും, അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു റീസൺ കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി, അല്ലാത്തവർ കണ്ടോളൂ കേട്ടോ. ഇത് നമ്മുടെ സീ ഫുഡ് ഐറ്റംസ് ആണ്. നമുക്ക് ഓസ്ട്രിച്ചും ഓക്ടോപ്പസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, കണവ, കൂന്തൽ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടുന്നതാണ്. ഇത് ഫ്രഷ് ജ്യൂസാണ്. ഫ്രഷ് ജ്യൂസൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഓറഞ്ച് ആയിരുന്നു. ഇവർ അടിച്ച് വെച്ചേക്കുന്നതിന് ചെറിയ കയ്പുണ്ടായിരുന്നു. ചെറിയൊരു നമ്മുടെ നാട്ടിൽ ഓറഞ്ച് ജ്യൂസ് അടിക്കുമ്പോൾ നല്ല കയ്പാവുമല്ലോ, അത്ര കയ്പൊന്നുമില്ല. ഇത് ഓക്കെയാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള കയ്പുള്ളൂ കേട്ടോ. പിന്നെ ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ടിട്ടാണ് മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷുഗർ അധികം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞ് ഓക്കെയാണ്, എനിക്കതും മതി. വേറൊന്നും നമ്മൾ നോക്കണ്ടായില്ലല്ലോ. അവർ ഓക്കെ ആണോ അല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. കുഞ്ഞ് ഓക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ ഇത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് വന്നിട്ടും നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന് ഭയങ്കര നിർബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനോ ഗോഗോ അല്ലാണ്ടിട്ട് വേറെ ആരുടെയും കയ്യിൽ പോവില്ല, അതേ ഉള്ളായിരുന്നു അവനുണ്ടായിരുന്ന പ്രോബ്ലം. പിന്നെ ആദ്യമൊക്കെ നമ്മുടെ ഇതിൽ ബെഡിലിരിക്കുക, നമ്മുടെ എന്തിട്ടാ പറയുക, ബേബി സ്ട്രോളർ അതിലിരിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയിട്ടോ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ ആയിട്ട് ആൾ കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാര്യം ബേബിനെ ക്യാരി ചെയ്യാനായാലും നമുക്ക് ഇത്രയും ദൂരത്തൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ സിംഗിളായിട്ട് ഒരു അച്ഛനമ്മ ബേബി മാത്രമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എനിക്ക് ഈ പിള്ളേരെല്ലാവരും ഉള്ളതുകൊണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഫാമിലിയല്ല, നമ്മളിതൊരു 60 പേര് കൂടിയിട്ടാണ് വന്നിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ട്രാവലായിരുന്നു. 60 പേര് കൂടിയിട്ട് വന്നതിൽ പോലും ഒരു ഫാമിലി പോലെ കുറേ അമ്മമാരും അച്ഛന്മാരും ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ബേബീനെ എടുക്കാനായിട്ട് വരച്ച് ബേബിയുടെ സ്വഭാവം പോവില്ല, ആരുടെയും കയ്യിൽ പോവില്ല. ചെറുതായിരുന്നപ്പോൾ അവൻ പോവുമായിരുന്നു, ഇപ്പം ആരുടെയും കയ്യിൽ പോവില്ല. അങ്ങനെയുള്ളത് വളരുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടല്ല ഉള്ളത്, എന്നാലും എനിക്കിഷ്ടമാണ് അങ്ങനെ വേറെ ആരുടെയും കയ്യിൽ പോകാണ്ടിട്ട് എൻ്റെ കയ്യിൽ മാത്രം ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്ക് ബേബി സ്ട്രോളറിലിരുത്തുമ്പോൾ ആളെ ക്യാരി ചെയ്യുന്നില്ല, ആളെ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു വിഷമമൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരനുള്ളത്. അപ്പം ഞാൻ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും സ്ട്രോളർ നിൽക്കുമ്പോൾ ഞാൻ കൂടെ നിന്ന് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അതാകുമ്പോഴത്തേനും കുഴപ്പമില്ല, കംഫേർട്ടാണ്. പിന്നെ ഈ ഐറ്റംസ് പോർക്കാണ് കേട്ടോ. നമ്മുടെ പന്നി ഉണ്ടല്ലോ, ഞാൻ പന്നി കഴിക്കില്ല. ഞാൻ ആകെ കഴിക്കുന്നത് ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. എനിക്ക് ബീഫ്, മട്ടൺ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഓക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും, അത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുമെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ മുതലിറച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോകുൽ തവളയും മാമയൊക്കെ കഴിക്കുന്നത്. തവളയും ആമയൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. വേറെ സ്ട്രീറ്റിൽ ഉണ്ടാവുമോ എന്തോ, നമ്മളിവിടെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ പോർക്കാണ് കേട്ടോ. പോർക്കിൻ്റെ നമ്മുടെ ബ്രോസ്റ്റഡ് ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐറ്റം. ബ്രോസ്റ്റഡ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഗ്രില്ലും അവൈലബിൾ ആണ്. അതേണ്ടേ, ഇത് ഗ്രില്ലാണ്. ഇത് ഏകദേശം നമ്മുടെ നാട്ടിലൊരു മസാല പോലെയൊക്കെ നമുക്ക് തോന്നും, ഗ്രില്ലല്ലേ, അതുകൊണ്ടിട്ടായിരിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ബട്ടർ നാൻ അങ്ങനെയുള്ള നമുക്കിഷ്ടമുള്ള ഫുഡ് ആയിരിക്കും. ഇത് സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. ടെൻറ്റ് പോലൊക്കെ കെട്ടിയിട്ട് നല്ല രസമാണ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനും ഈ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യാനും നല്ല രസമാണ്. ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അല്ലാണ്ടിട്ട് ചില തട്ടുകട പോലെയുള്ള കടകളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ എല്ലായിടം കഴിച്ചാലും ചിലപ്പോൾ നമുക്ക് വയറ്റിന് പിടിക്കില്ല, ഫുഡ് പോയിസൺ അടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സുജിത് ഭക്തൻ പുള്ളിക്കാരൻ തായ്ലാൻഡിൽ വന്നിട്ട് ഇത് കണക്ക് ഫുഡ് കഴിച്ചിട്ട് പുള്ളിക്കാരന് ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഫുഡ് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ളിടത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ട്രൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. എന്തിനാണ് വെറുതെ നമ്മൾ പണി ചെയ്യണമെന്ന് മേടിക്കുന്നത്. ഇത് നമ്മുടെ ചിപ്പിയല്ല, നമ്മുടെ മറ്റേ കല്ലുമ്മക്കായ ഉണ്ടല്ലോ, അതുപോലെ എന്തൊരു ഒരു ഐറ്റമായിരുന്നു.
പിന്നെ ഇതൊക്കെ അത് തന്നെ നമുക്ക് ഗ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഗ്രില്ല് ചെയ്ത് തരുന്ന ഐറ്റംസാണ്. ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് കേട്ടോ. ഇവർ ഫ്രൈ ചെയ്യുക അങ്ങനെയൊക്കെ കുറവാണ്, കൂടുതലും ഗ്രില്ലാണുള്ളത്. പിന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഈ ഒരു സോസേജല്ല, എനിക്ക് സോസേജ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ സോസേജൊക്കെ കഴിക്കുന്ന ഒരാളാണ്. പിന്നെ കുറേ സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു, നമുക്കിഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ടൈപ്പിൽ കുറേ സ്റ്റിക്കുകൾ അവൈലബിൾ ആയിരുന്നു. ഇതൊന്നും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെജിറ്റബിൾസും അവൈലബിൾ ഉണ്ട് കേട്ടോ. വെജ് കഴിക്കുന്നവർക്ക് വെജും എടുക്കാം, അതുപോലെ നോൺ വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജും എടുക്കാം. അങ്ങനെ ഇതിൽ മസാലയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ അവർ ഗ്രില്ല് ചെയ്ത് തരുന്നത്. എനിക്ക് ഈ ചെറിയ കൂണുണ്ടല്ലോ അത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാര്യം കുറേ കൊറിയൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ കൂൺ കഴിക്കുന്നത്, ബട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫിഷാണ് കേട്ടോ. ഫിഷ് എനിക്ക് കണ്ടിട്ട് തന്നെ വാങ്ങാൻ തോന്നിയില്ല, ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഒരുമാതിരി ഫുള്ളായിട്ട് പച്ചയ്ക്ക് തന്നെ വെച്ചിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു, വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇതിൻ്റെ പേരെന്നിട്ട് ഓസ്ട്രിച്ച് എന്നാണ്, ലോബ്സ്റ്റർ അല്ലേ, എന്തോ ആ സാധനമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. ഇത് ഈ ചെമ്മീൻ്റെത് ഈ സാധനം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ഐറ്റം. റോസ്റ്റഡ് പോലെ ഫ്രൈഡ് ആയിട്ടുള്ളൊരു ഐറ്റം. സ്ട്രിംബ് അത് സ്ട്രിംബല്ല, നമ്മുടെ ചെമ്മീനുണ്ടല്ലോ അതാണ്. ചെമ്മീൻ തന്നെയല്ലേ സ്ട്രിംബ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കേട്ടോ. എന്തായാലും ആ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിക്സായി പോകും, സോറി കേട്ടോ. പിന്നെ ഇത് എഗ്ഗാണ് കേട്ടോ. ഇത് എനിക്ക് വലിയ ഇഷ്ടമായില്ല, ദേവിയുടെ നിർബന്ധത്തിന് മേടിച്ചതാണ്. ദേവിക്ക് എഗ്ഗ് ഭയങ്കര ഇഷ്ടമാണ്, മുട്ട ഭയങ്കര ഇഷ്ടമാണ്. മുട്ടേനെ എന്ത് ഐറ്റംസ് മേടിച്ച് കൊടുത്താലും അതെ, ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പം ചെറിയ നീട്ടും കുറുക്കൊക്കെ വരും. ഞാനത് ഉണ്ടാക്കി സംസാരിക്കുന്നതല്ല, എനിക്ക് ഒരു കുഴപ്പമുണ്ട്. ഞാൻ വേറെ ലാംഗ്വേജ് സംസാരിക്കുന്നവരുടെ കൂടെ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അവരുടെ സ്ലാങ്ങുമായിട്ട് ചെറിയൊരു കണക്ഷൻ വരും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, അതങ്ങനെ ആയിപ്പോയി. പണ്ട് തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ആ പിള്ളേരുണ്ടല്ലോ, പിള്ളേർ കാസർഗോഡാണ്. സോ അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് ചെറിയൊരു നീട്ടവും വരുന്നുണ്ട്. ഗോഗു അങ്ങനെ തന്നെയാണ് കേട്ടോ. ഗോഗു കണ്ണൂരാണ്. ആ കുട്ടിയുള്ള അവൻ കണ്ണൂരാണ്. സോ ഗോഗു ഇപ്പോൾ അവരോട് സംസാരിക്കുന്ന എല്ലാം കണ്ണൂർ ഭാഷയിലാണ്. അപ്പം ഞാനിത് കേട്ട് എനിക്ക് ചെറിയ നീട്ടൊക്കെ വരും. എനിക്ക് ആ ഒരു സ്ലാങ് സംസാരിക്കാൻ അറിയത്തില്ല, ബട്ട് എനിക്കൊരു നീട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ആരോ ഇന്നാളെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കൊല്ലത്തുള്ളവരെന്താണ് തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നതെന്ന്. ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്ത് നിന്നിട്ടാണ്, ഹോസ്റ്റലിലായിരുന്നു വർക്ക് ചെയ്തത്. ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു. ആ ടൈമിൽ ഇഷ്ടംപോലെ കൊല്ലത്തും ട്രിവാൻഡ്രത്തും ഉള്ളതിനേക്കാൾ കൂടുതൽ തൃശ്ശൂരുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ ഒരു സ്ലാങ്ങും എനിക്ക് ഇടയ്ക്ക് കയറി വരും, അതാണ് കേട്ടോ. എന്നാന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെയാണ്. അനുകരണശേഷി ഭയങ്കര കൂടുതലാണ്. നോക്കാം, മാറ്റാനായിട്ട് ട്രൈ ചെയ്യാം. അതേണ്ട ഈ ഒരു ഐറ്റം ഞാൻ പറഞ്ഞല്ലോ, എഗ്ഗാണ്. എഗ്ഗിൻ്റെ ഉള്ളിലേക്ക് ചെമ്മീനും നമുക്ക് ഇഷ്ടമുള്ള ഐറ്റം വെച്ചിട്ട് വരും. ചെമ്മീൻ വേണമെങ്കിൽ ചെമ്മീൻ, കൂന്തൽ വേണമെങ്കിൽ കൂന്തൽ, അതല്ല മറ്റേ കക്ക, പിന്നെ ചിക്കൻ, എന്ത് ഐറ്റം വേണമെങ്കിലും അവർ വെച്ച് തരും കേട്ടോ, നമുക്കിഷ്ടമുള്ളത് പറയുന്നതനുസരിച്ച്. അതിനെല്ലാം വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു. ഏകദേശം എല്ലാം കൂടെ വാങ്ങിയപ്പോൾ ഒരു 2000 ബാത്തായിട്ട് 2500 ബാത്ത് അടുപ്പിച്ചിട്ടായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഓരോന്ന് പോയി സെലക്ട് ചെയ്യുകയല്ല ചെയ്തത്. എല്ലാ സ്റ്റോറിലും കയറിയിട്ട് ഓരോ ഐറ്റംസ് വെച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം മേടിച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു സ്പോട്ട്, ഇവിടെ കണക്ക് കുറേ സ്പോട്ടുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെയാണ്. സോ എല്ലാം ഇതിനക്ക് വാങ്ങി എല്ലാ കവറിലാക്കിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒരു നമ്മൾ ഈ സർക്കസിലൊക്കെ പോകുമ്പോഴത്തേന്, സർക്കസല്ല വീട്, നമ്മൾ കൊല്ലത്ത് വരുമ്പോഴത്തേന് നമ്മുടെ ഫെസ്റ്റ് നടക്കുന്ന ടൈമിൽ സ്റ്റാൾസ് ഉണ്ടാവുമല്ലോ, അതുപോലെ കുറേ സ്റ്റാളുകളാണ്. അതിനകത്ത് ഇങ്ങനെ നോക്കി നടന്ന് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ പറഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെയൊക്കെ സ്റ്റോറുകളിലൊക്കെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, കൂടുതലും ചേച്ചിമാരാണ്. പയ്യന്മാർ ഓക്കെയാണ്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഭയങ്കര റൂഡാണ് കേട്ടോ. നമ്മളൊരു കാര്യം, അത് നമ്മൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഒരു പോന്ന് പറയുന്നതാണോ, അതോ അവർ ഇവിടുത്തെ രീതികളുമായിട്ട് ഇങ്ങനെ ആയി അവരുടെ രീതി ഭയങ്കര റൂഡായതാണോ, ഒന്നും എനിക്കറിയത്തില്ല. അതിനകത്ത് ബേബി ഇല്ല കേട്ടോ. ബേബി ഉണ്ടോ? ഇല്ല, ബേബീനെ മാറ്റി വെച്ചേക്കായിരുന്നു. ഞാൻ കയ്യിലെടുത്തേക്കോ, ഗോകുവിൻ്റെ കയ്യിൽ വെച്ചേക്കോ എന്തോ ആയിരുന്നു കേട്ടോ. അതാണ് ബേബി സ്ട്രോളർ അങ്ങനെ വിട്ടിട്ട് ഞങ്ങൾ പോണത്. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, ഇവർ ഭയങ്കര റൂഡാണ്. ഭയങ്കരമായിട്ട് നമുക്ക് തോന്നി നമ്മളോട് ഷൗട്ട് ചെയ്യണം. അവരുടെ ലാംഗ്വേജ് അതായതുകൊണ്ടിട്ടാണോ, അല്ലെങ്കിൽ അവർ ഈ ഒരു രീതികളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയി,
ലൈക്ക് എനിക്കറിയത്തില്ല, പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തായാലും കടകളിലുള്ള ആളുകളൊക്കെ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നിയത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെയാണ് വാക്കിംഗ് സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലായാലും ഇതണക്ക് മഴ പെയ്തപ്പോൾ കുറേ പേര് ഇതണക്ക് കടകൾ കണ്ടപ്പോൾ കടകളിലേക്ക് കയറുന്നപ്പോൾ ഞങ്ങൾ കടയിൽ ഇരിക്കുമായിരുന്നു, അതുകൊണ്ടിട്ടാണ് കണ്ടത്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ കുറേ പേര് ഇങ്ങനെ കടകളിൽ കയറി നിന്നപ്പോഴത്തേന് ഫുഡ് കഴിക്കാനാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ പറഞ്ഞപ്പോഴത്തേന് ഇവർ തെള്ളി പുറത്താക്കുകയാണ്. അവർക്ക് അവരുടെ കാര്യം മാത്രം നടന്നാൽ മതി, അങ്ങനൊരു രീതി. അത് മാത്രമല്ല, അവർ സംസാരിക്കുന്ന രീതി പോലും നമുക്ക് ഭയങ്കര റൂഡായിട്ട് തോന്നും. നമുക്ക് ഈ ഒരു ഐറ്റം അവർ ബില്ല് ചെയ്യാൻ എടുത്തിട്ട് നമുക്കത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നോ, അവർ തല തിന്നുന്ന കണക്കാണ് കേട്ടോ അവർ നമ്മളെ നോക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ കയറിയിട്ട് ഇതെടുത്തിട്ട് അതിഷ്ടമായില്ല, അടുത്തെടുത്തിട്ട് ഒരു കുന്നോളം കൂട്ടിയിട്ട് ആ ചേച്ചിമാർ അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അവരുടെ മൈൻഡിലുണ്ടാവും അയ്യോ ഇതെല്ലാം ഞാൻ മടക്കി വെക്കണമല്ലോ എന്നുണ്ടായാൽ പോലും ഇവർ കസ്റ്റമർ സർവീസ് അത് ഭയങ്കരമാണ് നമ്മുടെ നാട്ടിൽ. എനിക്ക് പക്ഷേ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ മസാജിങ് പാർലേഴ്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഇതിപ്പം നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം, എങ്കിലേ മനസ്സിലാവും. എല്ലാം കൂടെ ഒരുമിച്ച് ഇൻക്ലൂഡ് ആക്കിയാൽ കാണാൻ പറ്റില്ല. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നമ്മുടെ മുരുല്ലല്ലോ, മുരിങ്ങിറച്ചി എന്നൊക്കെ പറയുമല്ലോ, ആ സാധനം ഇത് പച്ചയ്ക്ക് കഴിക്കുമല്ലോ, പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് സീ ഗ്രേപ്പ്, കടലിലെ ഗ്രേപ്പ് എന്നറിയപ്പെടുന്ന ഐറ്റമാണ്. അതൊക്കെ ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചു. പിന്നെ ടേസ്റ്റ് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ വെറുതെ 100 ബാത്ത് പോയി കിട്ടും. 100 ബാത്ത് നാട്ടിൽ 250 രൂപ. ഭയങ്കര റേറ്റൊന്നും അല്ല കേട്ടോ, ഫുഡിനൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ കണക്ക് തന്നെയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ ഒരുപാടൊക്കെ പൊക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി റേറ്റ് ആയോ എന്ന് തോന്നും, എന്നാലും വലിയ റേറ്റൊന്നും ആവില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്പോട്ട്. ഇവിടെയാണ് നമ്മളെല്ലാം കൂടെ ഫുഡെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് നമ്മളെടുത്താണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ മുതലയുണ്ട്, പിന്നെ സ്മൂത്തീസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. ഇതാണ് മുതലയുടെ ഇറച്ചി. പിന്നെ ചിക്കൻ ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, കൊഞ്ചുണ്ട്, സ്ട്രിംബ് ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ അകത്ത് ഇഷ്ടമാകാഞ്ഞത് ആകെ ആ ഒരു നൂഡിൽസ്, 2 ടൈപ്പ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സീ ഫുഡ് നൂഡിൽസാണ്. ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് തീരെ പിടിച്ചില്ല കേട്ടോ. ഒരു ലേഡി വന്നിട്ട് ഓർഡർ ചെയ്യുന്നത് കണ്ടിട്ട് ഈ ഒരു ഐറ്റം മതി എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഇംഗ്ലീഷൊന്നും ഇവർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇവിടെ ഒരുവിധം ഒരു കടയിലുള്ള ആളുകൾക്കും ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.